കൂട്ടുകാർക്കും മാജിസ്റ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വ്യത്യസ്തമായ ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ വെറുതെ കളയുന്ന ബിസ്ക്കറ്റ് കവറും തെർമോകോൾ ബീഡ്സും കുറച്ച് ടിഷ്യൂ ഒക്കെ ഉപയോഗിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. വീഡിയോയും എന്നോട് നേരത്തെ ആരോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് കവർ കൊണ്ടിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുമോ എന്ന്. അതിനായിട്ട് ഞാൻ മക്ഡോവൽസിൻ്റെ ഒരു കുപ്പിയൊക്കെ ക്ലീൻ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് കുറച്ച് 2-ply ടിഷ്യൂ പേപ്പറാണ്. അത് നമ്മളിത് കുറച്ച് ചുരുട്ടി ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബോട്ടിലിന് ചുരുട്ടി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ബോട്ടിൽ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ടിഷ്യൂ വേണോ അത്രയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ടിഷ്യൂ ഇല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് ബോട്ടിലിലേക്ക് പെയിൻറ് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിലും ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഞാനൊരു മെഷർമെൻറ്റ് കപ്പിൽ കുറച്ച് വൈറ്റ് ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് മിശ്രിതം എടുക്കുന്നുണ്ട്. അത് നമുക്ക് മോഡ് പോജിന് പകരം ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കാൻ നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ മോഡ് പോജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഗ്ലൂവും വെള്ളവും കൂടെയുള്ള മിശ്രിതം ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടിഷ്യൂ പേപ്പേഴ്സ് ഒന്നൊന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ബോട്ടിലിന് സൈഡിൽ ഓൾറെഡി ഒരു ഡിസൈൻസ് ഉണ്ട്. എന്നാലും എനിക്ക് ഇതിലേക്ക് ഇനി വർക്ക് ചെയ്യേണ്ടത് ഒരു സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടിഷ്യൂ ഒട്ടിച്ചേക്കുന്നത്. അധികം ടൈം എടുക്കും ഈ ടിഷ്യൂസ് ഒട്ടാൻ വേണ്ടി. ഇപ്പം മഴയൊക്കെ ആയ കാരണം നല്ലോണം ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് പിന്നെ വീണ്ടും പെയിൻ്റൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ടിഷ്യൂസൊക്കെ നല്ലോണം ഉണങ്ങി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ലെമൺ യെല്ലോ കളറാണ് ബോട്ടിലിന് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത്. പെയിൻറ് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഞാൻ എടുത്തേക്കുന്നത് ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്. ശരിക്കും ഇത് നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ അതിനുള്ളിൽ മടക്കി വെച്ചേക്കുന്ന അതിൽ കിട്ടുന്ന ഒരു സ്ക്വയർ ടൈപ്പ് കാർഡ്ബോർഡ് ഷീറ്റാണ്. ഞാനതിലൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് സർക്കിൾസ് വരച്ച് കൊടുക്കുകയാണ്. 3-4 സർക്കിൾസ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനിയാണ് ശരിക്കും നമ്മുടെ താരം. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന 50-50 ബിസ്ക്കറ്റിൻ്റെ കവറാണ്. നമുക്കിതിലും ഒരു 3-4 സർക്കിൾസ് ആയിട്ട് വരച്ചെടുത്ത് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്ത പീസസ് ഒന്നൊന്നായിട്ട് നമ്മൾ ആ നേരത്തെ വെട്ടിയെടുത്ത കാർട്ടൺ സർക്കിൾസിലേക്ക് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ശരിക്കും ഇതൊരു മിറർ വർക്ക് പോലെയാണ് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് തെർമോകോൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഈ പിങ്ക് കളറാണ് കേട്ടോ. അത് മഞ്ഞ ബോട്ടിലിന് പിങ്ക് കളർ നല്ല മാച്ചായിരിക്കും. അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ തെർമോകോൾ ബീഡ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ വീട്ടിലെല്ലാവരും വീട്ടിൽ കാണുമല്ലോ കടുകോ അല്ലെങ്കിൽ അതുപോലുള്ള റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും മുത്തോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനൊരു 3 ലെയറായിട്ട് ആ കാർട്ടണിലേക്ക് ആ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഈ ബീഡ്സിന് പിങ്ക് കളർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പെയിൻ്റ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാം. അതല്ല നിങ്ങൾ വേറെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഏത് കളറാണോ ഇഷ്ടമുള്ളത് അത് അടിച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്ക് ബോട്ടിലിൻ്റെ സൈഡിലേക്ക് ഇത് ഒന്നൊന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോളിൻ്റെ വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ബോട്ടിലിൻ്റെ ബോട്ടം സൈഡിലായിട്ട് ഞാനൊരു പിങ്ക് കളർ ത്രെഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് കുറച്ച് ഭാഗത്തേക്ക് ചുറ്റി കൊടുക്കാം. ഒരു പ്ലെയിൻ ആയിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബോട്ടിലിന് ഭംഗി കൂടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ശരിക്കും നമ്മൾ മിറർ വർക്ക് ചെയ്തതാണെന്നേ വിചാരിക്കും. ശരിക്കും നമ്മുടെ ബിസ്ക്കറ്റ് കവർ സൂപ്പർ കൂളാണ്. ഇപ്പം നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. യെല്ലോ ആൻഡ്
ആൻഡ് പിങ്ക് ഷെയ്ഡ് നല്ല കോൺട്രാസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. ഇനി നമ്മുടെ ഹലോ ഹായ് സെക്ഷനാണ്. ഇന്ന് കുറച്ച് കൂട്ടുകാരോട് ഹലോ പറയാനുണ്ട്. ഇന്ന് നമുക്ക് ഹായ് പറയാനുള്ളത് കാർത്തിക എസ് നായർ, ഷഹാന, ആര്യ പി, ക്രിസ്റ്റി ആൻ തോമസ്, മറിയം സാമന്ത. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു അടിപൊളിയായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.